വൺസ് അഗെയിൻ നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടിലോട്ട് എത്തുകയാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ കേരള. കേരളത്തിലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ സംബന്ധിച്ച് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. നാഷണൽ ലെവൽ ട്രെയിനിങ്ങിനെ കുറിച്ചാണ് കൂടുതൽ പ്രാധാന്യം. എനിവേ നമുക്കത് മനസ്സിലാക്കിയിരിക്കണം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. So this is a formal system of corporate education and training in Kerala. The institutional arrangements for providing corporate education and training in Kerala are described below. കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. KSCU 1969 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ 70 സ്ഥാപിതമായ യൂണിയനാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത്. The main objective എന്ന് പറയുന്നത് തന്നെ they are focusing on providing cooperative education, cooperative training and assisting cooperative organization in its growth. ഈ യൂണിയൻ formulates and implements programs for the promotion of cooperative enterprises in the state. സംസ്ഥാനത്ത് കോപ്പറേറ്റീവ് മേഖലയെ വികസനം നടത്തുക, അല്ലെങ്കിൽ അത് മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, വളർച്ചയുണ്ടാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ KSCU എന്ന് പറയുന്ന സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷൻ വിവിധ പ്രോഗ്രാമുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. KSCUവിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പലതവണ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരും. ഓർഗനൈസിങ് ആൻഡ് അസിസ്റ്റിംഗ് എക്സ്റ്റെൻഡിങ് ദ റിക്വയർഡ് സപ്പോർട്ട് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടേഴ്സ് സൊസൈറ്റീസ് ഇൻ ദ സ്റ്റേറ്റ്, പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് കോൺസെപ്റ്റ്സ് ആൻഡ് കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസ്, education on cooperative principles and practices, participate in the developmental activities and decentralized planning of the local authorities, organizing training programs for the employees of cooperative societies and for the members of the committee, and to ensure their participation in such programs, and also finally evaluation of the cooperative education and training activities undertaken by the union. ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകളൊക്കെ അറേഞ്ച് ചെയ്യുക, അതോടൊപ്പം തന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻസും അതിൻ്റെ കോൺസെപ്റ്റ്സുകളെ കുറിച്ചും പ്രൊമോട്ട് ചെയ്യുക, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, ലോക്കൽ അതോറിറ്റീസുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ട്രെയിനിങ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുക, അവസാനം ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ എത്രമാത്രം ഇഫക്റ്റീവ് ആണെന്നുള്ളതൊരു ഇവാലുവേഷൻ കൂടി നടത്തുക എന്നൊക്കെ ഈ പറയുന്ന സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇപ്പോൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അണ്ടർ ദി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറഞ്ഞാണ് നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത്. ദർ ആർ ലാർജ് നമ്പർ ഓഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയൊന്ന് കാണുകയും ചെയ്യാം. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഫങ്ഷനിങ് അണ്ടർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആർ ആസ് ഫോളോസ്. ഒന്ന് KICMA, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. The Kerala Institute of Cooperative Management is a professional management institute set up by the State Cooperative Union. It is approved by All India Council for Technical Education and affiliated to University of Kerala. ഇത് നിങ്ങൾക്കൊക്കെ ശരിക്കും ഈ കോപ്പറേറ്റീവ് മേഖലയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് പഠിത്തവും ആയിട്ട് മുന്നോട്ട് പോവാം. അതായത് AICTE അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് കേരള അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ചില പ്രോഗ്രാമുകളെ കുറിച്ചാണ് പറയുന്നത്. They organizes management development programs for staff, ministerial staff and supervisory staff of cooperative sector in the state. It also organizes specialized management development programs for presidents and governing board members of cooperative organization in the state in order to develop their organizing and leadership skill. അപ്പം ഈ KICMA പ്രധാനപ്പെട്ടൊരു ലക്ഷ്യമെന്ന് തന്നെ പറയുന്നത് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഓഫർ ചെയ്ത്, ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസുകൾ ഓഫർ ചെയ്ത് സബ് സ്റ്റാഫിനെയും മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെയും സൂപ്പർവൈസറി സ്റ്റാഫിനെയും ഒക്കെ കുറേ കൂടെ എക്വിപ്ഡ് ആക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അവരെ കുറച്ചുകൂടി എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ദെൻ ഓൾസോ കോപ്പറേറ്റീവ് സെക്ടർ ഡെവലപ്പ് ചെയ്യണം, നല്ല ഓർഗനൈസിങ് കപ്പാസിറ്റി ഉണ്ടാവണം, നല്ല ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടാവണം. ഇതെല്ലാം ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാംസ്, മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുക എന്നുള്ളതും KICMA പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വരുന്നതാണ്. ഇതിൻ്റെ തന്നെ ചൂടുപിടിച്ച് വരുന്ന ഒന്നാണ് കോഓപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ദ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഫങ്ഷനിങ് അണ്ടർ ദി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ പ്രൊവൈഡഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോർ ദി ജൂനിയർ ലെവൽ സ്റ്റാഫ് ഓഫ് കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസ് ഇൻ ദ സ്റ്റേറ്റ്. There are 14 training cooperative training centers in the state, out of which 4 are for SC/ST students. ഇവിടെ CTC എന്ന് പറയുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ജൂനിയർ ലെവൽ സ്റ്റാഫിനാണ് ഇത്തരത്തിലുള്ള
ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്, ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. 14ഓളം ട്രെയിനിങ് സെൻറ്റേഴ്സുകൾ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് 4 SC സ്റ്റുഡൻസിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ബാങ്കിങ്, അക്കൗണ്ടൻസി, കോപ്പറേറ്റീവ് ആക്ട് ആൻഡ് റൂൾസ് ആൻഡ് കമ്പ്യൂട്ടർ അവയർനെസ് ആർ സം ഓഫ് ദ important subjects included in the programs for training the employees of various cooperative societies. അപ്പോൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ചും ബാങ്കിങ്ങിനെ കുറിച്ചും കോപ്പറേറ്റീവ് ആക്ടിനെ കുറിച്ചും റൂൾസിനെ കുറിച്ചും കമ്പ്യൂട്ടറിനെ കുറിച്ചും ഒക്കെ അവരുടെ സിലബസ് കരിക്കുലത്തിനകത്ത് ഉണ്ടായിരിക്കും. അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ആണ് അവർക്ക് ശരിക്കും കൊടുക്കുന്നത്. ആൻഡ് ദ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ആർ ഹെഡഡ് ബൈ ദി ഡെപ്യൂട്ടി രജിസ്ട്രാർ, പ്രിൻസിപ്പൽ ആൻഡ് 3 senior inspectors, lectures deputed from the cooperative department. The administrative staff in cooperative training centers is appointed by the state cooperative union directly. The financial requirement of CTCs are met by the grant in aid received from the government and from on fund of the union. യൂണിയൻ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആ വർക്കിംഗ് മെക്കാനിസം എങ്ങനെയാണ്, എത്ര പേരാണ് അതിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്നതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇനി അവരുടെ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജസ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ കീഴിലുള്ള കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് CTCs ഏതൊക്കെയാണെന്നുള്ളതാണ് അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. CTC ട്രിവാൻഡ്രം, കൊട്ടാരക്കര, ആറന്മുള, ആലപ്പുഴ, പാല, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, തലശ്ശേരി, കാസർഗോഡ്, കോട്ടയം. ഇത്രയും സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസ് ഓഫർ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഫൈനലി അവർ ഓഫർ ചെയ്യുന്ന കോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ ഇമ്പോർട്ടൻറ്റ് കോഴ്സസ് ഓഫേർഡ് ബൈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ: ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, SDC ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്. ഇതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സാണ്. 11 മാസത്തെ ഡ്യൂറേഷൻ ഉള്ളതാണ്. 2 മാസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണുള്ളത്. ഇതിലോട്ട് നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ കോപ്പറേറ്റീവ് മേഖലയിലെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ കോഴ്സിലോട്ട് വേണമെങ്കിൽ പോവാം. The minimum qualification for admission to the HDC course is a university degree. The course is conducted by the cooperative training colleges functioning under the state cooperative union. ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു കോഴ്സ് പോവേണ്ട കാര്യം ഇല്ല. കാരണം നമ്മൾ നമ്മുടെ ഐച്ഛിക വിഷയത്തിനകത്ത് തന്നെ ഈ പറയുന്ന കോർപ്പറേഷൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഹയർ ഡിപ്ലോമ എന്നുള്ളൊരു കോണ്ടക്സ്റ്റ് തന്നെയാണ് നമ്മൾ ഈ BCom കോർപ്പറേഷൻ പാസ്സാവുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. ഇനി JDC, ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ. ഇതെന്ന് പറയുന്നത് 10 months ഡ്യൂറേഷനുള്ളൊരു കോഴ്സാണ്. 2 മാസം പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ആണ്. ദ ട്രെയിനിങ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജസ് ആൻഡ് കോപ്പറേറ്റീവ് എല്ലാ തരത്തിലുള്ള കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജസുകളും കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സൊക്കെ ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞു ഈ HDC എന്ന് പറയുന്ന കോഴ്സ് ശരിക്കും നമ്മൾ ഈ BCom ഫിനാൻസ് പഠിച്ചവർ, BCom ടാക്സ് പഠിച്ചവർ, BCom മാർക്കറ്റിംഗ് പഠിച്ചവർക്കൊക്കെയാണ് ഈ കോഴ്സ് പോകേണ്ടത്. നമുക്കിങ്ങനെ ഒരു കോഴ്സ് പോകേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി തന്നെ ഈ പറയുന്ന അക്കൗണ്ടിങ്ങിനെ കുറിച്ചും ഈ പറയുന്ന ലോയിനെ കുറിച്ചും ഈ പറയുന്ന മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഓരോരോ സെമസ്റ്ററിലായിട്ട് പഠിക്കുന്നുണ്ട്. 3rd സെമ്മിൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ പഠിക്കുന്നുണ്ട്, 4th മാനേജ്മെൻറ്റ് പഠിക്കുന്നു, 5th ലോ പഠിക്കുന്നു, 6th അതിൻ്റെ അക്കൗണ്ടിങ് പ്രാക്ടീസ് പഠിക്കുന്നു. അപ്പോൾ എല്ലാം കൂടി വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഈ പറയുന്ന ഹയർ ഡിപ്ലോമയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി അതിനകത്ത് വേറൊരു പ്രോഗ്രാമാണ് ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. They offers a leadership development and management development programs for the leaders and the chief executives of the cooperative institutions every year at various places in the state. These programs aim at increasing or creating awareness among the cooperative leaders in the state about their duties, responsibility and strengths in the cooperative movement. ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ആണോ. അതായത് ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ പരാജയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ്. അപ്പോൾ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിലെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് നല്ല ട്രെയിനിങ് കിട്ടി. എന്താണ് അവരുടെ ഡ്യൂട്ടി, എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി, എന്താണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ അകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡുകൾ, ഇവയെക്കുറിച്ചൊക്കെ നല്ല അവയർനെസ് അവരിലോട്ട് അടിച്ചേൽപ്പിക്കാൻ സാധിക്കുകയാണ്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കത്തില്ല, അടിച്ചേൽപ്പിക്കുക. പലരും പല കാര്യങ്ങളും സ്വമേധയെ പഠിക്കുന്നില്ലെങ്കിൽ നമ്മൾ അടിച്ചേൽപ്പിക്കുക തന്നെ വേണം. അത്തരത്തിലുള്ള അടിച്ചേൽപ്പിക്കൽ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മൾ ഇതിനൊക്കെ മുമ്പ് പല കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഉണ്ടായിട്ടുള്ള മിസ്മാനേജ്മെൻറ്റ് പ്രാക്ടീസിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും റിപ്പീറ്റ് ചെയ്യത്തില്ല. നല്ല ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസും മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസും ഒക്കെ കണ്ടക്ട് ചെയ്യണം. അതിനുവേണ്ടി ഈ KSCU എന്ന് പറയുന്ന നമ്മുടെ അപെക്സ് ഓർഗനൈസേഷൻ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട് എന്നാണ് അവിടെ ചൂണ്ടി കാണിച്ചിരിക്കുന്നത്.
ഒരു സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. സ്പെഷ്യലൈസ്ഡ് സെക്ടറൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, അത് ആ വാക്കിൽ തന്നെയുണ്ട്, ഓരോ സെക്ടറിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ചില ട്രെയിനിങ് കൊടുക്കുകയാണ്. ഇവിടെ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എംപ്ലോയീസ് ഓക്കെ, അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാണ് ഫോർ ദ എംപ്ലോയീസ് ആൻഡ് ഡയറക്ടേഴ്സ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, DCB, UCB ആൻഡ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ കേരള. അപ്പം അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കണ്ടക്ട് ചെയ്യുന്നത് ട്രെയിനിങ് പ്രോഗ്രാമാണ്, വർക്ക്ഷോപ്പുകളാണ്. ആർക്കാണ് അത് വർക്ക്ഷോപ്പ് കൊടുക്കുന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടേഴ്സ്, എംപ്ലോയീസ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ, സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒക്കെ എംപ്ലോയീസിനൊക്കെയാണ് ഇത് ശരിക്കും അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് KIMB. അതിൻ്റെ ടൈറ്റിലൊക്കെ ഒന്ന് വായിച്ചാൽ മതി കേട്ടോ, അധികം ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേക്കിംഗ് ദ ബെസ്റ്റ്, ഇതൊരു പുതിയ പ്രൊഡക്റ്റാണ്. It was established in 2009 under the Cooperative Academy of Professional Education, CAPE. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും, Cooperative Academy of Professional Education. The KIMP is situated at Punnapra in the Alappi. It is an approved training center for the employees of cooperative sector in Kerala, and this offers courses such as, അതൊന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യണം, soft skill development, oral communication, written communication, personality development and group discussion and interviews. ഈ പറയുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേക്കിംഗ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത് ഓഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കോഴ്സസ് ഈ പറയുന്ന കോഴ്സസ് ആണ്. ആൻഡ് ദേ ഓൾസോ ഗീവ്സ് ട്രെയിനിങ് ടു സബ് സ്റ്റാഫ്, മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ആൻഡ് സൂപ്പർവൈസറി സ്റ്റാഫ് ഓഫ് പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഓൾസോ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ, അടുത്ത ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേക്കിംഗ് ദ ബെസ്റ്റ്, KIMP എന്താണെന്നുള്ളതും അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സ്പാൻഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കണം. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എന്താണെന്നുള്ളത് ഓൾറെഡി തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിരിക്കുക. നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് KSCU എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും അതിൻ്റെ ഫങ്ഷൻസും, അതോടൊപ്പം തന്നെ അതിൻ്റെ കീഴിലുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായ KICMAയും CTC പോലുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ കുറേ എന്തെങ്കിലും ഒക്കെ പേരുകൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അവർ ഓഫർ ചെയ്യുന്ന കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നീട് നാം കണ്ട 2-3 കാര്യങ്ങൾ, അതായത് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന അതും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേക്കിംഗ് ദ ബെസ്റ്റ് എന്ന് പറയുന്നതിൻ്റെയൊക്കെ ടേമുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യം ഇല്ല. താങ്ക് യു.